പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ 9 ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം കടുപ്പിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾക്കൊപ്പം 24 സഞ്ചരിക്കുന്നു. കാണാം സ്ഥാനാർത്ഥികൾക്കും. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കൊല്ലത്ത് 3ാം റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ കെ.എൻ. ബാലഗോപാൽ. കടുത്ത ചൂടിനെ വകവയ്ക്കാതെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് കെ.എൻ. ബാലഗോപാൽ. 24 കെ.എൻ. ബാലഗോപാലിനൊപ്പം. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വീറുട്ട വാശിയേറിയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് മുന്നണി സ്ഥാനാർത്ഥി കെ.എൻ. ബാലഗോപാലിൻ്റെ പര്യടനത്തിനൊപ്പമായിരുന്നു ഇന്ന് 24 സംഘം. അതിരാവിലെ മുതൽ തന്നെ ആരംഭിച്ച പര്യടനം ഈ കടുത്ത വേനൽ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൊല്ലൂർവിള പള്ളിയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. 3ാം ഘട്ട പ്രചരണത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഇപ്പോൾ. ഏകദേശം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഒരുവിധം ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയത്തെ? വളരെ ആവേശകരമായ ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ വോട്ടർമാരുടെ ഭാഗത്ത് കിട്ടുന്നത്. വളരെ വാത്സല്യവും സ്നേഹവും ഇടതുമുന്നണിയോടുള്ള സ്നേഹവും വ്യക്തിപരമായ സ്നേഹവും എല്ലാം കാണിക്കുന്ന നല്ല പ്രതികരണങ്ങളാണ് കിട്ടുന്നത്. ഇടതുമുന്നണിക്ക് വളരെ അടിസ്ഥാനമുള്ള ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളുള്ള വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ്. കൊല്ലത്തിൻ്റെ പ്രത്യേകത മത്സ്യബന്ധന മേഖല, അതുപോലെ കശുവണ്ടി മേഖല, പരമ്പരാഗത 2 തൊഴിൽ വ്യവസായങ്ങളാണ്. ഈ 2 മേഖലയുടെയും ഇന്നത്തെ ഒരു അവസ്ഥ, ആ മേഖലയിലാണ് പ്രധാനമായും അങ്ങ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പ്രചരണം നടത്തിയത്. ആ മേഖലയുടെ ഒരു പൊതുവെയുള്ള അവിടെ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? കശുവണ്ടി മേഖലയിലെ ആളുകൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അവരായിരുന്നു ഇപ്പോഴും ഗവൺമെൻറ്റെങ്കിൽ മുഴുവൻ കശുവണ്ടി ഫാക്ടറിയും തകർന്ന് തുറക്കാതായി പോയത്. രണ്ടാമത്തെ കാര്യം മത്സ്യമേഖലയിലാണ്. മത്സ്യമേഖലയിലും മറ്റ് പരമ്പരാഗത മേഖലയിലും ഈ ഗവൺമെൻറ് വന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മത്സ്യമേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ തൊഴിലിൻ്റെ കാര്യത്തിൽ അവിടെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സബ്സിഡി, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ബോട്ടുകളുടെയും മറ്റും മോഡേണൈസേഷൻ, ഓഖിക്ക് ശേഷം നടത്തിയ കാര്യങ്ങൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ മത്സ്യമേഖല വന്നിട്ടുണ്ട്. തോട്ടം മേഖലയാണ് കിഴക്കൻ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട മേഖല. വലിയ പ്രതിസന്ധിയാണ് റബ്ബറിൻ്റെയൊക്കെ വിലയിടിവ്. അവിടെയും ഇടക്കാല ആശ്വാസം കൊടുക്കാൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ് ചെയ്യാവുന്ന, ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് നല്ല ബോധ്യമുണ്ട് ജനങ്ങൾക്ക്. പിന്നീട് ഗവൺമെൻറ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയും മറ്റു പദ്ധതികളും എല്ലാം അതിൻ്റെ നല്ല വികസന കാര്യങ്ങളെല്ലാം ഗുണമുണ്ടാക്കുന്നുണ്ട്. ഒരു ചോദ്യം കൂടി, രാഷ്ട്രീയപരമായി തുടക്കത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്, UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പലപ്പോഴും വ്യക്തിപരമായി തന്നെ ഇടതുമുന്നണി ഒറ്റയ്ക്ക് കടന്നാക്രമിക്കുന്നതൊരു ആക്ഷേപമാണ് UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. എന്നെ രാഷ്ട്രീയമായി നേരിടാൻ പറ്റാത്തതുകൊണ്ട് വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നു. അത്തരത്തിലൊരു സമീപനം ഉണ്ടോ ഇടതുമുന്നണി? ഞങ്ങളൊരു വ്യക്തിയെ വ്യക്തിപരമായി ആക്രമിക്കാറില്ല, രാഷ്ട്രീയമായിട്ട് പറയാറുണ്ട്. ഇടതുമുന്നണിയെ വഞ്ചിച്ച് അപ്പുറത്ത് പോയി രായ്ക്ക് രാമാനം ഒരു കാരണവുമില്ലാതെയാണ് അന്ന് RSP ഇവരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി പോയത്. അത് വലിയ വഞ്ചനയാണെന്ന് പറയുന്നത് വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ്. RSPക്കാരെ തന്നെ തകർക്കുക ചെയ്ത് 25 പഞ്ചായത്തുകളിൽ സ്വന്തമായി സ്ഥാനങ്ങളും മറ്റും ഉണ്ടായിരുന്ന RSPക്കൊന്നുമില്ല. ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല, ശ്രീ AASIസിൻ്റെ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം ഇന്ന് MLA ആയിരിക്കേണ്ടതാണ് സാധാരണ മുന്നണി ഇവർ വിട്ടുപോയില്ലെങ്കിൽ.